സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുന്ന 3 കുടുംബങ്ങൾ. അവരുടെ വീടുകളിലേക്ക് ചില അതിഥികൾ വരുന്നു. പക്ഷേ ഇവർ ക്ഷണിച്ചിട്ട് വന്നവരല്ല ഈ അതിഥികൾ. മാത്രമല്ല, ഇവർ വന്നു കഴിയുന്നതോടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അതിനെ ഓരോ കുടുംബങ്ങളും പല രീതിയിലാണ് നേരിടുന്നത്. ഒരാൾ വൻ ബുദ്ധി, മറ്റേ ടീം ഫുൾ ഫൺ, വേറൊരു കുടുംബമാണെങ്കിലോ ആടിമുടി ആക്ഷൻ. അങ്ങനെ യോണർ ഏതായാലും ഈ കുടുംബങ്ങളെ പ്രേക്ഷകർക്ക് അങ്ങ് ബോധിച്ചു. 3 സിനിമകളും സൂപ്പർ ഹിറ്റുമായി. പറഞ്ഞു വരുന്നത് മോഹിനിയാട്ടം, ദൃശ്യം 3, ബ്ലാസ്റ്റ് എന്നീ ചിത്രങ്ങളെ കുറിച്ചാണെന്ന് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. ക്ഷണിക്കപ്പെടാത്ത അതിഥികളിൽ കൂടെ ഹിറ്റ് നേടിയ ചിത്രങ്ങളുടെ ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം മലയാളത്തിൽ 2 ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ് ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന കളക്ഷൻ നേടിയത്. മലയാളത്തിലെ ഐക്കോണിക് സിനിമകളുടെ എല്ലാം റെഫറൻസുകൾ തുന്നിച്ചേർത്തെത്തിയ ചിത്രമായിരുന്നു മോഹിനിയാട്ടം. ഭരതനാട്യം എന്ന സിനിമയുടെ 2ാം ഭാഗമായിരുന്നു ചിത്രം. ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം നേടിയത് അപ്രതീക്ഷിത വിജയമായിരുന്നു. ഡാർക്ക് ഹ്യൂമർ യോണറിൽ കോമഡിയും ക്രൈമും കൂടിക്കലർന്ന സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഏകദേശം 6 കോടിക്കടുത്ത് ബജറ്റുള്ള സിനിമ തിയേറ്ററിൽ 50 കോടിയിൽ കൂടുതൽ കളക്ഷനാണ് നേടിയത്. സൈജു കുറുപ്പിന്റെ കരിയറിലെ 150ാമത്തെ ചിത്രമാണ് മോഹിനിയാട്ടം. ചിത്രത്തിലെ സൈജു കുറുപ്പിന്റെയും സുരാജ് വെഞ്ഞാറമൂടിന്റെയും ബേബി ജീനിന്റെയും കലാരഞ്ജിനിയുടെയും നന്ദു പൊതുവാളിന്റെയും തുടങ്ങിയ ഓരോരുത്തരുടെയും പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിച്ചത്. ചെയ്യുന്നത് ഒരു കൊലപാതകമാണെങ്കിലും അതിൽ ഹ്യൂമറുകൾ നിറച്ച് കാണികളെ കൂടെ ചാർജ് ചെയ്യുന്ന ചിത്രമായിരുന്നു മോഹിനിയാട്ടം. അടുത്ത വരവ് ദൃശ്യം 3യുടേതായിരുന്നു. ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്ന ടാഗ് മലയാളികളുടെ ഉള്ളിൽ ആദ്യമേ പതിപ്പിച്ച ചിത്രം. ദൃശ്യത്തിന്റെ കഥയറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. കുടുംബത്തെ രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന ജോർജ് കുട്ടിയുടെ ഫാൻസ് ആണ് ഇന്ന് കേരളത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ 3ാം ഭാഗമാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിനെ ഭരിക്കുന്നത്. ഒരു ഫ്രാഞ്ചൈസിയുടെ 3 ഭാഗങ്ങളും ഹിറ്റടിക്കുന്നത് വളരെ അപൂർവമായി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3 ഭാഗങ്ങളും വെറും ഹിറ്റല്ല, സൂപ്പർ ഹിറ്റായി. മെയ് 21-നാണ് ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദൃശ്യത്തിന്റെ 3ാം ഭാഗം മികച്ച ദൃശ്യാനുഭവമായി മാറിയെന്നത് ക്ലൈമാക്സിനു ശേഷം തിയേറ്ററുകളിലെ പ്രേക്ഷകരുടെ കയ്യടികൾ തെളിവാണ്. സാധാരണ കൊമേഴ്ഷ്യൽ സിനിമയെ അപേക്ഷിച്ച് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ബജറ്റ് താരതമ്യേന കുറവായിരിക്കും. 2013-ൽ സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ബജറ്റ് ഏകദേശം 5 കോടിയായിരുന്നു. എന്നാൽ ചിത്രം എന്ന ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 62 കോടിയാണ്. ഇന്ന് ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ റിലീസ് ചെയ്ത ആദ്യ ദിവസത്തെ കളക്ഷൻ 50 കോടിയാണ്. 100ഉം 200ഉം കോടി കടന്ന് ചിത്രം ഇപ്പോൾ 300 കോടിയിലേക്കാണ് കുതിക്കുന്നത്. സിനിമയുടെ 2ാം ഭാഗം കോവിഡ് സമയത്ത് OTT റിലീസായിട്ട് കൂടി മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ ചിത്രം ശ്രദ്ധ നേടുകയും ചെയ്തു. ഇപ്പോഴിതാ മോഹിനിയാട്ടത്തിനും ദൃശ്യത്തിനും ശേഷം ഈ വർഷത്തെ അടുത്ത ക്ഷണിക്കപ്പെടാത്ത അതിഥിയുടെ പെർഫോമൻസ് ആണ് ശ്രദ്ധ നേടുന്നത്. ഈ വരവ് തമിഴിൽ നിന്നാണ്. അർജുൻ സർജയെ നായകനാക്കി സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ബ്ലാസ്റ്റ് ആണ് ഇക്കൂട്ടത്തിലേക്ക് അടുത്ത എൻട്രി നടത്തിയിരിക്കുന്നത്. ഒരു ഹൈപ്പുമില്ലാതെ വന്ന ഒരു ചെറിയ തമിഴ് സിനിമ. എന്നാൽ ആ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഇടിവെട്ടാവുന്ന കാഴ്ചയ്ക്കാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. സമാധാനപരമായി പോകുന്ന കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ചില അതിഥികൾ ഇവിടെയുമുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ഓർമ്മ വന്നേക്കാം. പക്ഷേ ആ 2 സിനിമകളും തമ്മിലുള്ള സാമ്യം ഈ ഒരു പോയിന്റിൽ തീർന്നു. വർക്ക് വേറെയാണ്. പ്രീതി മുകുന്ദൻ, അഭിരാമി എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അർജുന്റെയും പ്രീതി മുകുന്ദന്റെയും അഭിരാമിയുടെയും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പോസിറ്റീവ്. ഫാമിലി സെന്റിമെന്റ്സ് പ്ലസ് ഹൈ കോക്ടെയിൻ ആക്ഷൻ എന്ന അപൂർവ കോമ്പിനേഷനാണ് സംവിധായകൻ സുഭാഷ് കെ രാജ് പരീക്ഷിച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ ചിത്രം 26 കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. സിനിമയുടെ കളക്ഷൻ ഇനിയും ഉയരാനാണ് സാധ്യത. ഈ 3 സിനിമകളുടെയും അടുത്ത ഭാഗത്തിന്റെ സൂചനകളും തന്നു തന്നെയാണ് സിനിമകൾ അവസാനിക്കുന്നത്. ഇവർ ഈ ഒരു ഫോമിൽ തുടർന്നാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഒരു സൂപ്പർ ഹിറ്റ് ഫോർമുലയായി മാറിയേക്കാം.